കണ്ടാൽ മക്കളും സിനിമ കാണാൻ ഒരുങ്ങിയില്ലേ? ബാപ്പ കള്ളു കുടിക്കുന്നത് കണ്ടാൽ മക്കളും കള്ളു കുടിക്കാൻ ഒരുങ്ങിയില്ലേ? ബാപ്പ ഉമ്മനെ ചീത്ത പറയുന്നത് കേട്ടാൽ അതാ മക്കളും സ്വന്തം ഭാര്യനെ ചീത്ത പറഞ്ഞ് പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, മക്കളുടെ മുന്നിൽ വെച്ച് ചീത്ത വാക്ക് ബാപ്പ പറയുന്നത് കേട്ടാൽ ആ മക്കളും ചീത്ത വാക്ക് പറഞ്ഞ് കേട്ട് പഠിച്ചില്ലേ? മോനെ, എന്റെ മക്കള് നന്നാകണമെന്ന് ചിന്തിക്കുകയും ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പോരാ, സ്വന്തത്തിൽ മാതൃകാ പുരുഷന്മാരായി ജീവിക്കാൻ ശ്രമിക്കുകയും ആ തൗഫീഖിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ കേട്ടോ. പിന്നെ സഹോദരന്മാരെ, മുത്തഖീകൾ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരല്ലേ, അല്ല കൽപ്പിച്ചതെടുക്കുന്നവരല്ലേ, അല്ല വിരോധിച്ചതൊഴിക്കുന്നവരല്ലേ. അവർക്ക് ഇമാമുകൾ വേണം എന്നതും ഈ ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കുകയാണ്. നമുക്കെന്തിനാ ഒരു ഇമാമ്? നമുക്ക് ഖുർആൻ പോരെ, നമുക്ക് ഹദീസ് പോരെ? ഇമാമിന്റെ ആവശ്യം എന്താണ് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്നാൽ മുത്തഖീകൾക്ക് ഇമാം ഉണ്ടായേ പറ്റൂ, മാതൃകാ പുരുഷന്മാരുണ്ടായേ പറ്റൂ. അതൊരു വലിയ സ്ഥാനമാണ് ഇമാമാവുക എന്ന സ്ഥാനം. ആ സ്ഥാനം മഹാന്മാര് ചോദിച്ചു വാങ്ങുന്ന സ്ഥാനമാണെന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് ഇമാമിയങ്ങൾ വേണ്ട, നമ്മൾ തന്നെ ഖുർആൻ അങ്ങ് നോക്കിയാൽ മതി എന്ന് പറയുന്ന വിവരക്കേട് അത് ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിലാണ് കേട്ടോ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ ഇനി പറയുന്നത് എന്താണ്? ഇനി പറയുന്നത് നമ്മളിപ്പോൾ 7 ദിവസമായി 9 വിശേഷണങ്ങളാണ് സജ്ജനങ്ങളായ ആളുകൾക്ക് നമ്മൾ വിവരിച്ചത്. അത് നമ്മളെ വകയിലല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിച്ച 9 വിശേഷണങ്ങളാണ്. ആ 9 വിശേഷണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് എന്താണ് ലോകത്തിന്റെ രാജാവ് കൊടുക്കുന്നത്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവനെന്താ കൊടുക്കുന്നത്? അതേ ലോകം മുഴുക്കി അടക്കി ഭരിക്കുന്ന രാജാവ്, അവൻ എന്തും കൊടുക്കാൻ കഴിവുള്ള രാജാവല്ലേ? അവനെ ശരിക്കും മനസ്സുകൊണ്ടങ്ങ് പ്രിയം വെച്ച്, അവനെ ശരിക്കങ്ങ് ബഹുമാനിച്ച്, അവനിലേക്ക് മനസ്സങ്ങ് തിരിച്ച്, അവന്റെ കൽപ്പന ജീവിതത്തിൽ എടുത്ത്, അവൻ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഭൂമിയിൽ അവന്റെ വെള്ളവും കുടിച്ച് ജീവിച്ച് ക്ഷമിച്ചങ്ങ് ജീവിച്ചാൽ, മറ്റുള്ളവർ കള്ളുകുടിക്കുമ്പോൾ അവൻ കള്ളുകുടിക്ക് പോകുന്നില്ല, സിനിമക്ക് പോകുന്നില്ല, തോതിവാസത്തിന് പോകുന്നില്ല, അവൻ മറ്റുള്ളവരെ പോലെ വേണ്ടാത്ത തമ്മാടിത്തത്തിന് പോകുന്നില്ല, അവൻ നിസ്കാരം കളാക്കുന്നില്ല, സുന്നത്ത് കൈയൊഴിക്കുന്നില്ല, അവൻ ദിവസേന ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്, ആളുകളോട് കുഴപ്പം കൂടാൻ അവനില്ല, ഭീകരവാദത്തിനില്ല, തീവ്രവാദത്തിനില്ല, കുഴപ്പമുണ്ടാക്കാനില്ല, ആരെയും ചീത്ത പറയാനില്ല, തെറി പറയാനില്ല, ഇങ്ങോട്ട് പറഞ്ഞ തെറിക്കും ചീത്തക്കും അങ്ങോട്ട് തെറി പറയുന്നില്ല, ഇങ്ങോട്ട് ശല്യപ്പെടുത്തിയവൻ അങ്ങോട്ട് ശല്യപ്പെടുത്തുന്നില്ല, അല്ലാഹുവിനെ രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുകയല്ലാതെ വേണ്ടാത്തൊന്നും പറയുന്നില്ല, മക്കള് നന്നാകണമെന്ന് ചിന്തിക്കുന്നുണ്ട്, അതിന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നില്ല, അവൻ തന്നെയാണെങ്കിലും വ്യഭിചാരത്തിന് അവനില്ല, കൊല നടത്താൻ അവനില്ല, ആരെയും ആക്രമിക്കാനില്ല. അങ്ങനെ ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരായി അള്ള പറഞ്ഞ വിശേഷണങ്ങളില്ലേ, ആ 9 വിശേഷണങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അള്ള പറയുന്നു, ഉലൈക, ആ കൂട്ടരുണ്ടല്ലോ, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഈ പ്രത്യേകതകളുള്ള ഈ മഹാന്മാർ, ഓ നബിയേ, അവർക്കതാ സ്വർഗം പ്രതിഫലമായി നൽകപ്പെടുന്നു. ബിമാ സബറൂ, കുറഞ്ഞ കാലം അവർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ, ആ ആയുസ് കാലം കുറഞ്ഞ കാലമല്ലേ, മരണത്തിന് ശേഷമുള്ള ജീവിതങ്ങളിൽ നോക്കിയാൽ അത് വളരെ ചെറിയൊരു സമയമല്ലേ. ആ സമയത്ത് അവർ ക്ഷമിച്ച് ജീവിച്ചവരല്ലേ, അവർ നന്നായി ക്ഷമിച്ചവരല്ലേ, അവർ ഹറാമിലേക്ക് പോകാതെ ശരീരത്തെ പിടിച്ചു വെച്ച് ക്ഷമിച്ചു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ക്ഷമിച്ചു, പൈസ ചെലവഴിക്കുമ്പോൾ പണത്തോടുള്ള മോഹം അത് മാറ്റിവെച്ചിട്ട് അവർ അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ച് പണം ചെലവഴിച്ചു. അങ്ങനെ ക്ഷമാശീലന്മാരായി അല്ലാഹുവിന്റെ തൃപ്തിയിൽ ജീവിതത്തിന്റെ എല്ലാ രംഗവും, ആത്മാവും ശരീരവും അവയവും അംഗങ്ങളും അതേ പണവും എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിയിൽ ബന്ധാക്കി വെച്ച ജനങ്ങൾ, ആ ജനങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകപ്പെടും. നബിയേ,
ആ സ്വർഗം കൊടുക്കലെങ്ങനെ വേണമെങ്കിൽ എടുത്തോ എന്ന നിനക്കൊരു കൊടുക്കലല്ല, വല്ലാത്ത സ്വീകരണമാണ് അവിടെ. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, അവർക്കതാ കാഴ്ചവെക്കാനും സലാം പറയാനും ആശംസയർപ്പിക്കാനും അഭിനന്ദനം പറയാനും മലക്കുകൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ അവരെ എതിരേൽക്കുകയാണ്, അവരെ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. അവർക്കിങ്ങനെ ആശംസയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സ്ഥലം നേതാക്കന്മാർ ആനയിച്ചു കൊണ്ടുവരുന്ന സ്റ്റേജിൽ കുറഞ്ഞ മണിക്കൂറല്ലേ നേതാവുണ്ടാവുകയുള്ളൂ. അതുപോലെ ആനയിക്കപ്പെട്ടുകൊണ്ടുപോയി കയറിക്കൂടിയ വീട്ടിൽ ഏത് വീട്ടുകാരനും കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുകയുള്ളൂ. ആനയിക്കപ്പെടുന്ന സ്വർഗത്തിൽ അവരതാ 1, 2, 3, 10, 100 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, 1 കോടി വർഷമല്ല, 10,000 കോടി വർഷമല്ല, ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കാലകാലം താമസിക്കുകയാണ് നബിയേ. അതേ, എത്ര 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 കോടി 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 വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ എതിരേറ്റുകൊണ്ടുള്ള അവരെ സ്വീകരിക്കുന്ന സ്വീകരണത്തിന് മാറ്റമില്ല. അവർക്കുള്ള താമസ സ്ഥലത്തിന് കേടില്ല, അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന് കുറവില്ല, അതിന്റെ രുചിക്ക് മാറ്റരാ, രുചിക്ക് ദോഷമില്ല, അവർക്കവിടെ ഒരു പ്രശ്നവുമില്ല. ഹസുനത്ത് മുസ്തഖറം വമുഖാമാ, ആ സ്ഥലം ഹസുനത്ത് മുസ്തഖറം വമുഖാമാ, അവര് പോയി നിൽക്കുന്ന താമസിക്കുന്ന ആ സ്ഥലം വല്ലാത്ത ഭംഗിയുള്ള സ്ഥലം തന്നെ, വല്ലാത്ത നന്മയുള്ള സ്ഥലം തന്നെ, എന്തൊരാനന്ദമുള്ള സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് ആനയിച്ചു കൊണ്ടുപോവുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇതുവരെ നാം പറഞ്ഞു വന്ന 9 വിശേഷണങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആനിൽ പറയുകയാണ്. അത് തന്നെയല്ലേ സഹോദരന്മാരെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, മുത്തഖീകളായ ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവരിങ്ങ് ചെല്ലുന്നു, വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സ്വർഗം കാക്കുന്ന മലക്കുകൾ അതാ സലാം പറഞ്ഞു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, തിബ്തും, നിങ്ങൾ പുണ്യവാന്മാരായി, നിങ്ങൾ നല്ലവരായി ജീവിച്ചു, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ, കാലകാലം കഴിഞ്ഞോളൂ. അപ്പോഴല്ലേ സന്തോഷം കൊണ്ട് മഹാന്മാർ പറയുന്നു, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു, വാഗ്ദത്തം സത്യമായി പറഞ്ഞു പുലർത്തിയ റബ്ബ്, ആ റബ്ബിന് തന്നെയാണ് സർവസ്തുതിയും. വഔറസനൽ അർളല്ലദീ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാഉ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി